അതാണ് ഗ്രേ മാർക്ക് എന്നുള്ളത്. ഞാൻ ചെറിയൊരു കഥയിലൂടെ സിമ്പിൾ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്രദ്ധിക്കണേ. നാളെ രാവിലെ 8 മണിക്ക് കോഴിക്കോട് റെയിൽവേസിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കത് പോകേണ്ടത് ബോംബെയിലേക്കാണ്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് റിസർവ്ഡ് അല്ല. ഇപ്പം സാധാരണ എന്ത് ചെയ്യും, രാവിലെ 8 മണിക്ക് പുറപ്പെടുന്ന ട്രെയിനിൽ 7:45 ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. നമ്മളതിൽ ആ ട്രെയിനിൽ ഇടിച്ചു കയറി സീറ്റ് വാങ്ങും. ചിലപ്പം കിട്ടാം, ചിലപ്പം കിട്ടാതിരിക്കാം. ഇത് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണെങ്കിൽ ചില ആൾക്കാർ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് അത് പ്ലാറ്റ്ഫോമിന് വരുന്ന മുമ്പ് ഏതെങ്കിലും യാർഡിൽ നിന്നായി പുറപ്പെടും. കോഴിക്കോട് സ്റ്റേഷനിൽ തന്നെ ഏതെങ്കിലും യാർഡിൽ വണ്ടി നിർത്തിയിട്ടുണ്ടാവും. അവർ അങ്ങോട്ടുള്ള വഴി അറിയുമെങ്കിൽ അവരെ യാർഡിൽ ചെന്ന് അവരുടെ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പേ അത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി സീറ്റ് അവർ ഉറപ്പിക്കും. ഇത് തന്നെയാണ് ഗ്രേ മാർക്കറ്റിലേക്ക് ഒരവസ്ഥ. അതായത് നമ്മളെ പല സ്റ്റോക്കുകളും എത്രയോ സ്റ്റോക്കുകൾ NSEയിലും BSEയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ആ ഇനീഷ്യൽ സ്റ്റേജാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ആ സമയത്ത് നമുക്ക് ഒരു ലിസ്റ്റഡ് ഒരു റേറ്റിലാണ് നമുക്ക് കിട്ടുക. അതിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങേണ്ട ശരിയായ വലിയൊരു കമ്പനി ആണെങ്കിൽ ലിസ്റ്റ് ചെയ്തതിന് മുമ്പ് നമുക്ക് മറ്റൊരു മാർക്കറ്റിൽ നിന്ന് ഇതിൻ്റെ ഷെയറുകൾ നമുക്ക് വാങ്ങാം. അതാണ് ഗ്രേ മാർക്കറ്റ്. ഇതിനെപ്പറ്റി അധികം പേർക്ക് അറിയില്ല, അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. ഗ്രേ മാർക്കറ്റിൽ നമുക്ക് എല്ലാതിൻ്റെയും ഷെയറുകൾ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വന്ന NSDL, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ലിസ്റ്റ് ചെയ്തത്. ലിസ്റ്റ് ചെയ്ത പൈസ അറൗണ്ട് ഒരു 800 രൂപയ്ക്കാണ്. അത് ഇഷ്യൂ ചെയ്തത് 880 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു ഫസ്റ്റ് ഡേ തന്നെ. ഇപ്പം അന്ന് 800 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന മാക്സിമം ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ആവശ്യം അവൈലബിൾ ഉള്ളതിൻ്റെ 5-6 ഇരട്ടി ആൾക്കാർ അപേക്ഷിച്ച് കാണും. ഇത് നമ്മൾ പല ആൾക്കാരും ഈ NSDLന്റെ ഷെയർ 300 രൂപയ്ക്കും 400 രൂപയ്ക്കും നേരത്തെ ആണെങ്കിൽ അതിന് ചെറിയ റേറ്റും പണ്ടേ വാങ്ങി കയ്യിൽ വെച്ച് കാണും. കാരണം അത് ഉറപ്പായ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഷെയറാണ്. ഇന്നലെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അതിഭീകരമായി കയറുമെന്നാണ്. അതിൻ്റെ ഇന്നത്തെ വില, അതായത് ഓഗസ്റ്റ് 8 മുതൽ ഇപ്പോൾ ഈ ദിവസം 10-15 ദിവസം കൊണ്ട് അത് 1400 രൂപ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മളെ സാമ്പത്തികമായി ഉയർത്താനുള്ള വൻ സാധ്യതകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഹോം ലിമിറ്റഡ് ലിസ്റ്റ് ചെയ്ത് ഏകദേശം 75 രൂപയാണ്. അന്ന് തന്നെ അത് 150 രൂപയാണ്. ഒരു ദിവസം കൊണ്ട് ഇരട്ടിയായി. അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റാണ് ഗ്രേ മാർക്കറ്റ്. നമുക്ക് ലിസ്റ്റ് ചെയ്തതിന് മുമ്പ് തന്നെ നല്ല കമ്പനികൾ, നമുക്ക് ഇഷ്ടമുള്ള കമ്പനികളുടെ ഷെയർ നമുക്ക് വാങ്ങി വെക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ കുറേ റിസ്കുകളുണ്ട്. ഇതിൻ്റെ ആരും മോണിറ്റർ ചെയ്യുന്നില്ല, ആരും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഒരു അൺഓതറൈസ്ഡ് മാർക്കറ്റാണ്. പിന്നെ അതിൻ്റെ വില എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ, അതായത് NSEയിലും BSEയിലും കാണാൻ ട്രാൻസ്പെറൻ്റ് അല്ല, നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല. അത് റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൻ ലാഭവും അതിലുണ്ടാവും. അതുപോലെ തന്നെ അതിന് കൃത്യമായ രേഖകൾ, മീൻസ് നമുക്ക് ലിക്വിഡിറ്റി കുറവാണ്. അതായത് നമ്മൾ വിചാരിച്ച പോലെ NSEയിലും BSEയിലും വിൽക്കുന്ന പോലെ നാളെ പോയി വിൽക്കാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ തന്നെ അതിനുള്ള ആപ്പുകൾ അല്ലെങ്കിൽ സൈറ്റുകൾ നമ്മൾ തന്നെ അതിന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. ഇങ്ങനെ കുറേ കുറവുകൾ അതിനുണ്ടെങ്കിലും അതർ സൈഡിൽ ഈ കുറവുകൾ തന്നെ, അത് റിസ്ക് തന്നെ നമുക്ക് വൻ ലാഭത്തിൽ നാളെ എത്തിച്ചേക്കാം. ഉദാഹരണം BSE, ഇതിപ്പോൾ NSE ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ ഇത് ഇപ്പോൾ അൺലിസ്റ്റഡ് ആണ്. അത് ഏത് നിമിഷവും ഇതിൻ്റെ 1 ഇയറിനുള്ളിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെടാം. അതിന് ഇന്നത്തെ ഗ്രേ മാർക്കറ്റിലെ റേറ്റ് 2200 രൂപ അടുത്താണ്. കുറയാം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങി വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിഭീകരമായ ഗ്രോത്ത് കിട്ടിയേക്കാം. അത് റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പാസിംഗ് മാത്രമാണ്. അതുപോലെ ഇപ്പോൾ മറ്റുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കൊച്ചിൻ എയർപോർട്ട്, അതുപോലെ തന്നെ കുറേ SBI മ്യൂച്വൽ ഫണ്ട്, പിന്നെ ടാറ്റ ക്യാപിറ്റൽ, ഇങ്ങനെ കുറേ ഫണ്ടുകൾ ഇപ്പോഴും, കുറേ കമ്പനികൾ ഇപ്പോഴും ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ഇപ്പോഴും ഗ്രേ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. BSE ഇപ്പോൾ NSE തന്നെ ലിസ്റ്റ് ചെയ്യാവുന്ന BSE 2017 ലിസ്റ്റ് ചെയ്തതാണ്. ഇന്ന് അത് ലിസ്റ്റ് ചെയ്തതിന് ഏകദേശം ഒരു 3-4 ഇരട്ടി ഇപ്പോൾ അത് ആയിക്കഴിഞ്ഞു. ഇങ്ങനെ കുറേ സാധ്യതകൾ നമ്മൾ ഗ്രേ മാർക്കറ്റ്, അതിയായ റിസ്ക് അവിടെ ഉണ്ടെങ്കിലും കുറേ സാധ്യതകൾ നമുക്ക് ഗ്രേ മാർക്കറ്റിലുണ്ട്. എന്ത് തന്നെയാലും നമുക്കറിയാം, കൂടുതൽ റിസ്ക് എടുക്കുന്നവർക്ക് കൂടുതൽ ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള ഷെയറുകളെ പറ്റിയും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും അറിയണമെങ്കിൽ തീർച്ചയായും എന്നെ ബന്ധപ്പെടാം. ഞാൻ അലക്സിയോസ് കുര്യൻ. ഇങ്ങനെയുള്ള കൂടുതൽ കാര്യം അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.